അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിപാവനമായ പരിശുദ്ധമായ റമദാൻ മാസം സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് വേദന നൽകിക്കൊണ്ട് റമദാനിൻ്റെ പവിത്ര സുന്ദരമായ ദിനരാത്രങ്ങൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉള്ളത്. റമദാൻ മാസം വിട പറയുന്നതോടെ കൂടി ചെറിയ പെരുന്നാളിലേക്ക് നാം കടക്കുകയാണ്. ചെറിയ പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ സത്യവിശ്വാസികളുടെ രണ്ട് ആഘോഷങ്ങളിലെ ഒരാഘോഷമാണ് ഇത്. റമദാൻ മാസം മുഴുവനും പരിശുദ്ധമായ നിസ്കാരങ്ങൾ കൊണ്ടും ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും തറാവീഹ് നിസ്കാരങ്ങൾ കൊണ്ടും മറ്റ് ദാനധർമ്മങ്ങൾ കൊണ്ടും ധാരാളം സൽക്രമങ്ങൾ കൊണ്ട് ധന്യമാക്കിയ പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ ഓരോ നിമിഷങ്ങളെയും വിടവാങ്ങുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികൾക്കുണ്ടായ വേദന, ആ വേദന മാറ്റുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി സദ്യ ഒരുക്കിയിരിക്കുകയാണ് ചെറിയ പെരുന്നാളിലൂടെ എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. റമദാൻ മാസത്തിലെ ഒന്നാമത്തെ 10 അനുഗ്രഹത്തിൻ്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10, മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെ 10 നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒരു മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന നിലയിൽ എണ്ണാതെ ഒരു വർഷത്തിലെ 10 ദിവസങ്ങളായി എണ്ണേണ്ടതാണ്. കാരണം ഈ 365 ദിവസങ്ങളിലെയും 10 സെലക്ട് ചെയ്യപ്പെട്ട ദിവസങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ 10 എന്നുള്ളത്. ആ 10 ദിനങ്ങളും സർവ്വപാപങ്ങളും പൊറുക്കുന്ന പരിശുദ്ധമായ രണ്ടാമത്തെ 10ഉം നരകമോചനത്തിനെ വ്യക്തമായി ചോദിക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളെയും സമ്മാനിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ എന്ന നിർണയത്തിൻ്റെ രാത്രിയെ വെച്ചിരിക്കുന്ന അവസാനത്തെ 10ഉമെല്ലാം വിടവാങ്ങുമ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതിലൂടെ, പഠിപ്പിച്ചു തന്നതിലൂടെ മനോമുകുരങ്ങളിൽ തട്ടി പ്രയാസമുണ്ടാവുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് 3 ആമീൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വ്യത്യസ്തമായി ഖുതുബയുടെ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട സംഭവം സുപരിചിതമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, റമദാൻ മാസത്തിൽ 1, 2, 3 ദിവസങ്ങൾ, 1, 2, 3 10കൾ എല്ലാം കഴിഞ്ഞ് റമദാനിൻ്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ അതങ്ങ് വിട പറഞ്ഞു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേലുണ്ടാവട്ടെ, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തത്, അല്ലെങ്കിൽ ആ ശാപവാക്ക് പറഞ്ഞത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങൾക്ക് വഹിയെത്തിച്ചു കൊടുത്ത സർവ്വകോടാനുകൂടി വരുന്ന മലായിക്കത്തുകളുടെയും നേതാവായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് അത് ശപിച്ചതെന്ന് ഓർക്കുകയും അതിന് ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെയും മറ്റു മലായിക്കത്തുകളെയും ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിൻ്റെ ഗുരുവായ സാദിഖുൽ മസ്തൂഖ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആമീൻ പറഞ്ഞത് എന്നത് വെച്ച് നോക്കുമ്പോൾ അവിതർക്കിതമായ കാര്യമാണ്. അല്ലാഹു തആല ആ ശാപത്തിനെ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കും എന്ന കാര്യം. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ ആ സുന്ദരമായ സമയങ്ങൾ മാറി ശവ്വാലിൻ്റെ പൊന്നമ്പിളി വാനിൽ ഉയരുന്ന സമയത്ത് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത ഹൃദയത്തിനൊരിടുപ്പാണ്, പ്രയാസമാണ്. റമദാൻ പോയി റബ്ബേ, അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാവുമെന്നറിയില്ല. ഈ ഒരു മനോഭാവത്തോടുകൂടി പ്രയാസപ്പെടുന്നവൻ്റെ സന്തോഷ സദ്യയാണ് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ എന്നുള്ളത്. ഇന്ന് ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെയും
അടിച്ചുപൊളിക്കാരുടെ ആധുനികതയുടെ പാശ്ചാത്യ സംസ്കാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഹറാമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ചെറുപ്പക്കാരുടെ ഇടയിൽ പടക്കം പൊട്ടിച്ചും, പരിശുദ്ധ റമദാൻ മാസം പോയതിൻ്റെ വേദന മാറ്റുന്നത് പടക്കം പൊട്ടിച്ചും, അതുപോലെ ഷോപ്പിങ്ങിന് എന്ന പേരിൽ പോയിട്ട് ആണും പെണ്ണുമൊക്കെ ഇടകലർന്ന് ഒരുപാട് ഹറാമായ പ്രവർത്തനങ്ങളിൽ ഇടകലർന്ന് റമദാൻ മാസത്തിൽ നാം ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യം മുഴുവനും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ എല്ലാ നിലയിലും ഹറാമായ കൂടിക്കലറുകൾ സംഭവിച്ചു പോകുന്ന തരത്തിൽ ഇന്ന് ഷോപ്പിങ്ങിന് പോകാനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. റമദാൻ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പോലെ തന്നെയാണ് പെരുന്നാൾ ദിവസത്തിൻ്റെ അന്നത്തെ ദിവസം, അന്നത്തെ പെരുന്നാളിൻ്റെ അന്നത്തെ രാവ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അള്ളാഹു തആല പറഞ്ഞതായിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലായിക്കത്തീങ്ങളെ വിളിച്ചുകൊണ്ട് അലാ തൻദുറൂന ഇലാ ഉമ്മത്തി മുഹമ്മദ്, മലായിക്കത്തീങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ, എൻ്റെ ഉമ്മത്തീങ്ങളിലേക്ക് നിങ്ങൾ കാണുന്നില്ലേ, അവരെ നോക്കുന്നില്ലേ? എൻ്റെ വാക്ക് കേട്ടുകൊണ്ട്, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് എനിക്ക് വേണ്ടി അവർ നോമ്പെടുത്തു. അവരുടെ വിചാരങ്ങളിൽ നിന്നും അവർ മാറി നിന്നു. അവരുടെ ആഹാരപാനീയങ്ങളിൽ നിന്നും അവർ വിട്ടുനിന്നു. അവർ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ധാരാളമായി ഓതി. അവർ പള്ളിയുമായി അവരുടെ ഹൃദയം ബന്ധിപ്പിച്ചു. അതുപോലെ തന്നെ പാവങ്ങളായ നിസ്സാർത്ഥരായ, പിതാവിൻ്റെ ലാളന പോലും ഏൽക്കപ്പെടാൻ വിധിക്കപ്പെടാത്ത അനാഥ മക്കളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വിശപ്പടക്കുന്നതിന് വേണ്ടി അവർ ദാനധർമ്മങ്ങൾ ചെയ്തു. അവർ ഇന്ന് എന്നോട് വല്ലതും ചോദിച്ചാൽ, അവരെന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറയുന്ന പശ്ചാത്താപത്തിൻ്റെയും ഒരുപാട് സന്തോഷങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്താപത്തിൻ്റെയും, അതുപോലെ സത്യവിശ്വാസികളുടെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത് കൂട്ടുന്നതിൻ്റെയും രാത്രിയാണ് പെരുന്നാളിൻ്റെ തലേന്നത്തെ രാത്രി. അന്നത്തെ ദിവസങ്ങളിൽ പലരും നമ്മൾ കണ്ടുവരുന്ന കാര്യം, അന്ന് പലരും പല ഇബാദത്തുകൾ പലതും മുടക്കിക്കൊണ്ട് അവർ ആഘോഷങ്ങളിലേക്ക്, ആർഭാടങ്ങളിലേക്ക് ഒക്കെ പോകുന്ന രംഗമാണ് കാണുന്നത്. ഞാൻ നീട്ടി പറയുന്നില്ല, ഒരു കാര്യം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയത്ത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മുസ്ലിം സഹോദരങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മൊഴിമുത്ത് ഓർമ്മപ്പെടുത്തുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ കരിഹ അലൈക്കും സലാസ, നിങ്ങളുടെ മേലുള്ള 3 കാര്യങ്ങളെ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് 3 കാര്യങ്ങൾ വെറുപ്പാണ്. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്നതിൽ അള്ളാഹു തആലാക്ക് വല്ലാത്ത വെറുപ്പാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഖീല വ ഖാല, കണ്ടതും കേട്ടതും പറയുക എന്നുള്ളതാണ്. കണ്ടതും കേട്ടതും പറയുക എന്ന് പറഞ്ഞാൽ, നമുക്കിന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളുള്ള, വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളുള്ള നവമാധ്യമങ്ങളുടെ ഒരുപാട് കൂട്ടായ്മയുള്ളൊരു കാലഘട്ടമാണ്. പല നിലയ്ക്കും പലവരെക്കുറിച്ചും പല നിലയിലും അഭിപ്രായങ്ങളും സംസാരങ്ങളും ഒക്കെ വരുമ്പോൾ അതിൽ സത്യമേത് വ്യാജമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ ആരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അതാണ് ഖീല വ ഖാല, കണ്ടതും കേട്ടതുമൊക്കെ പറയുക. അള്ളാഹു തആല അങ്ങനെയുള്ളവരോട് വെറുപ്പ് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തത് ഇളാഅത്തുൽ മാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സമ്പത്തുകളെ അവർ ദൂർത്തടിച്ച് കളയലാണ്. അങ്ങനെയുള്ളവരെയും അള്ളാഹുവിന് വെറുപ്പാണ്. നമ്മൾ ഈ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ഈ ഒരു ഹദീസ് വളരെ അധികം കാര്യമായി എടുത്തുകൊണ്ട് അമൽ ചെയ്യേണ്ടതുണ്ട്. സമ്പത്തുകളെ ദൂർത്തടിച്ച് കളയുക. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഒരു പെരുന്നാൾ ഉടുപ്പ് കൊടുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ തയ്യാറാവുമ്പോൾ പോലും ഉടുപ്പ് പോലും ധരിക്കാതെ ക്യൂവിൽ നിൽക്കുന്ന
ധാരാളം പാവപ്പെട്ടവരായ, വിശപ്പ് സഹിക്കുന്ന, ത്യാഗം സഹിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മണ്ണിൽ തന്നെ വ്യത്യസ്തമായ ബീഹാറിലും ഹരിയാനയിലും ഒറീസയിലും കൽക്കട്ടയിലും അടക്കമുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ പെരുന്നാളിനൊരു ഉടുപ്പ് പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുകയും അങ്ങനെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് ഉടുപ്പുകളുണ്ട്, ഷർട്ടുകളുണ്ട്, നമുക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ചിലരൊക്കെ കരുതി വെച്ചിരിക്കുന്നത് പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കൽ അത് നല്ലതാണ് എന്നാണ്. പുതിയ വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല, വസ്ത്രങ്ങളിൽ പുതിയത് ധരിക്കുക എന്നുള്ളതാണ്. വ്യക്തമായി നമ്മളത് മനസ്സിലാക്കണം. ഉള്ള വസ്ത്രങ്ങളിൽ പുതിയത് ധരിക്കുക എന്നുള്ളത്, പുതിയത് തന്നെ വാങ്ങിക്കണമെന്നില്ല. നമ്മളുടെയൊക്കെ മക്കൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും വേണ്ടി നമ്മൾ 1, 2, 3 ജോഡി ഡ്രസ്സുകൾ എടുക്കുമ്പോൾ എത്രയോ പാവങ്ങൾ, എത്രയോ നിലാരംബരും നിസ്സഹായകരുമായ പുറമ്പോക്കിൽ താമസിക്കുന്ന എത്ര പാവങ്ങൾ, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൺമുമ്പിലുള്ളപ്പോൾ നമ്മുടെ മക്കൾക്ക് ആവർത്തിച്ച് ഒരുപാട് ഡ്രസ്സുകൾ എടുത്തു കൊടുത്ത് നമ്മൾ സമ്പത്തിൽ ദൂർത്തടിക്കുന്ന സന്ദർഭത്തിൽ ഒന്നോർക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിന് വെറുപ്പുള്ള 3 കൂട്ടരെന്ന കൂട്ടരിൽ രണ്ടാമത്തെ കൂട്ടർ ദുർത്തടിച്ച് സമ്പത്ത്, അല്ലാഹു കൊടുത്ത സമ്പത്തുകൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കൽ, അല്ലെങ്കിൽ ദൂർത്തടിക്കൽ അതിൽപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനാവശ്യമായി വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്. അള്ളാഹു തആല തന്നെ പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറഞ്ഞു, വലാ തുബസ്സിർ തബ്സീറ ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനകളെ നെഞ്ചിലേറ്റി പടച്ചവൻ്റെ പൊരുത്തം കരഗതമാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഈ ആയത്ത് കൊണ്ട് അമൽ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു പറഞ്ഞത് വലാ തുബസ്സിർ തബ്സീറ, നിങ്ങൾ അടിച്ചു പൊളിക്കരുത്, ദൂർത്തടിക്കരുതേ. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും അടിച്ചു പൊളിക്കുന്നവർ ശൈത്താങ്ങളെന്ന അള്ളാഹു മനുഷ്യരുടെയും അള്ളാഹുവിൻ്റെയും ശത്രു എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ച ശൈത്താങ്ങളുടെ കൂട്ടുകാരനാണ് അടിച്ചു പൊളിക്കുന്നവർ, ദൂർത്തടിക്കുന്നവരെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് മുമ്പിൽ ഒരുപാട് പാവങ്ങൾ കഷ്ടപ്പെടുകയും വളരെ ത്യാഗം സഹിക്കുകയും കണ്ണീരിലായി ജീവിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മക്കൾക്ക് മാത്രമായി നാം ദൂർത്ത് അടിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വസ്ത്രങ്ങൾ എടുത്ത് വാങ്ങിച്ചു കൊടുത്തും മറ്റടിച്ചുപൊളികളൊക്കെ നടത്തിയും മുമ്പോട്ട് പോകുമ്പോൾ ഒരു പറ്റം വരുന്ന കോടിക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങളായ റമദാൻ മാസത്തിൻ്റെ വേദന മാറ്റുന്നതിന് വേണ്ടി അല്ലാഹു തആല മുഅ്മിനീങ്ങൾ വേദനിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ സമാധാനമായി ഒരു സദ്യയായി ഒരുക്കുന്ന ചെറിയ പെരുന്നാളിന് നമ്മൾ ഈ തരത്തിൽ അല്ലാഹു ഏത് കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു ആ കാര്യം ചെയ്തുകൊണ്ട് പടച്ചവനെതിര് ചെയ്ത് നന്ദികേട് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകൾ തീർത്തും മുഅ്മിനീങ്ങളെ കളിയാക്കുന്ന രീതിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വെറുപ്പുള്ള മൂന്നാമത്തെ കൂട്ടരെന്ന് ഉദ്ദേശിച്ചത്, ഞാനത് വിശദീകരിക്കുന്നില്ല, കസറത്തു സുആൽ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ കിട്ടിയതിന് ശേഷവും ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ ഓരോരുത്തരെ കൊടുക്കുക. അങ്ങനെ ഓരോ ചോദ്യം ചോദിച്ച് കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ചോദ്യം ചോദിച്ച് ഉത്തരങ്ങൾ കിട്ടിയതിന് ശേഷവും ചോദ്യങ്ങളൊക്കെ കസറത്ത് സുആലായ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ആളുകളോടും അള്ളാഹുവിന് വെറുപ്പാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സമയത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളോടും നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ആത്മീയമായി നാം നേടിയെടുത്ത നേട്ടങ്ങളാകുന്ന ഊർജങ്ങൾ മുഴുവനും റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൊണ്ടുവരുന്നതിലൂടെ റമദാൻ മാസത്തിൽ വിജയിച്ചു എന്ന് ഉറപ്പിക്കാമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുമ്പോൾ, റമദാൻ മാസത്തിന് ശേഷവും എല്ലാ നിലയിലും അള്ളാഹുവിനെ ഭയപ്പെടുകയും പടച്ചതമ്പുരാനെ അനുസരിച്ച് ജീവിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് സലാമുകൾ ചെയ്യുകയും
ഈമാനോടുകൂടി ജീവിക്കണമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ നാം തയ്യാറാവണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.